प्यारे बच्चों नमस्कार। आज दूसरा पाठ का नाम है बेटी के नाम। यह एक ജവാബി പത്ര है। ഇന്ന് യൂണിറ്റിലെ രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര് बेटी के नाम എന്നാണ്. ഇതൊരു മറുപടി കത്താണ്. अंतिम मुगल बादशाह बहादुर शाह सफ़र द्वारा अपनी बेटी को जेल से भेजा गया एक खत है यह. അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹാദൂർ ഷാഹ് സഫർ ജയിലിൽ വെച്ച് തൻ്റെ മകൾക്ക് എഴുതിയ ഒരു കത്താണിത്. यह इतिहास के एक पन्ने है. यह इतिहास के पन्ने का एक हिस्सा है. ഇത് ചരിത്രത്തിൻ്റെ ഏടുകളിലെ ഒരു ചെറിയ ഭാഗമാണ്. 1857 की स्वतंत्रता की पहली लड़ाई को अंग्रेज़ों ने परास्त कर दिया. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി. उन्होंने अंतिम मुगल बादशाह बहादुर शाह सफ़र को मगर नामक युद्ध पोत से रंगून में भेज दिया. ബ്രിട്ടീഷുകാരെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹാദൂർ ഷാഹ് സഫറിനെ മഗർ എന്ന യുദ്ധക്കപ്പലിലൂടെ രംഗൂണിലേക്ക് നാടുകടത്തി. വഹാം ഉൻകോ സഖ്ത് പഹരാ ഥാ. അവിടെ അദ്ദേഹത്തിന് സഖ്ത് കഠിൻ ശക്തമായ കാവൽക്കാരെ ഉണ്ടായിരുന്നു. इतना सख्त नसरबंदी होते हुए भी उन्होंने कुछ चिट्ठियाँ दिल्ली में पहुँचाई. ഇത്രയും ശക്തമായ മേൽനോട്ടം ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹം കുറച്ച് കത്തുകൾ ദില്ലിയിലേക്ക് അയച്ചിരുന്നു. വഹാം ഉൻകി ബഡി ബേട്ടി കുൽസും ജമാനി ബേഗം അംഗ്രേസോं के कैद में थी. അവിടെ ചക്രവർത്തിയുടെ മൂത്ത മകളായിരുന്ന കുൽസും ജമാനി ബേഗം ബ്രിട്ടീഷുകാരുടെ തടവിലായിരുന്നു. उन्होंने भी एक खत अपनी कैदी बाप को भेजा था. അവരും ഒരു കത്ത് തൻ്റെ തടവ് പുള്ളിയായ അച്ഛന് അയച്ചിരുന്നു. इस खत का जवाबी पत्र है इसमें. ഈ കത്തിനുള്ള മറുപടി കത്താണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാറുള്ളത്. जरा पत्र की ओर देखिए. प्यारी बिटिया, तुमने अपने कैदी बाप को खत भेजा. खत क्या भेजा? मेरी जान आंसूनामा था. बेटे ने पढ़कर सुनाया. एक दफ़ा सुना, जी न भरा. फिर कहा, बेटा फिर सुनाना. फिर सुना, वो भी रोया. मेरी आंखें भी आंसू से भीग गई. कहा, बाबा एक दफ़ा फिर पढ़ो. क्या लिखवाऊँ? बेटी की मुझ पर तुम्हारे खत का क्या असर हुआ? 3 दफ़ा सुनने के बाद भी दिल को करार नहीं आया. प्यारी बिटिया, പ്രിയപ്പെട്ട മകളെ, तुमने अपने कैदी बाप को खत भेजा. നീ നിൻ്റെ തടവുകാരനായ അച്ഛനെ കത്തയച്ചു. खत क्या भेजा? मेरी जान आंसूनामा था. यह वास्तव में खत नहीं है, ആസൂനാമ ഥ. ഈ കത്ത് വാസ്തവത്തിൽ കത്തല്ല, മറിച്ച് നിൻ്റെ ആസൂനാമ കണ്ണുനീരിൽ കുതിർന്ന വാക്കുകൾ, സങ്കടം നിറഞ്ഞ വാക്കുകളാണ്. ബേട്ടനെ പഠിക്കർ സുനായ. ഈ കത്ത് ബേട്ടനെ പഠിക്കർ സുനായ. ഈ കത്ത് മകൻ വായിച്ച് കേൾപ്പിച്ചു. ഏക് ദഫ സുന, ദഫ ബാർ, ഏക് ബാർ സുന, ഒരു പ്രാവശ്യം കേട്ടു. ജി ന ഭര, ദിൽക്കോ കരാർ നഹി മില. എന്നിട്ടും മനസ്സിന് എന്ത് ലഭിച്ചില്ല? ആശ്വാസം ലഭിച്ചില്ല. ഫിർ കഹാ, ബേട്ട ഫിർ സുനാന. വീണ്ടും മകനോട് പറഞ്ഞു, നീ വീണ്ടും വായിക്കൂ. ഫിർ സുന, വീണ്ടും കേട്ടു. വോ ബി രോയ, അവനും കരഞ്ഞു. മേരി ആംഖേം ബി ആസോ സെ ബി ഗയി. തുമാരി ഖത്ത് കി ഖബർ സുൻകർ. നിൻ്റെ കത്തിലെ വിവരം അറിഞ്ഞിട്ട് മേരി ആംഖേം ബി, എൻ്റെ കണ്ണുകളും എന്താണ്? ആസോ സെ ബി ഗയി, കണ്ണുനീര് കൊണ്ട് നനഞ്ഞു. കഹാ ബാബ ഏക് ദഫ ഫിർ പഠോ. വീണ്ടും പറഞ്ഞു, മകനെ ഒരു പ്രാവശ്യം കൂടി വായിക്കൂ. क्या लिखवाऊँ? बेटी की मुझ पर तुम्हारे खत का क्या असर हुआ?
എങ്ങനെ എഴുതും? നിന്റെ കത്ത് ഏതു തരത്തിലുള്ളൊരു സ്വാധീനമാണ് എന്നിലുണ്ടാക്കിയിരിക്കുന്നത് എന്ന്. 3 ദഫ സുന്നേ കെ ബാദ് ബി ദിൽ കോ കരാർ നഹി ആയ. 3 പ്രാവശ്യം കേട്ടതിന് ശേഷവും മനസ്സിന് ആശ്വാസം ലഭിച്ചില്ല. सच कहती हो दिल्ली वाले मुझको रोते होंगे, वे क्या यह नहीं जानते कि मैं भी उनको रोता हूँ. मैं तो जिंदा बैठा हूँ, वे तो बिना आई मौत मर गए. कितनों के बाप, कितनों के बेटे, कितनों के भाई फांसियों पर चढ़ गए. कितने बच्चे यतीम हो गए, कितनी औरतें बेवा हो गई. घर लुट गए कि नहीं, बल्कि खोद डाले गए और उन पर हल चलवा दिए गए. दिल्ली में जब मेरा मुकदमा चल रहा था, उसी ज़माने में तबाही और बर्बादी के किस्से सुने थे. मेरे यहाँ आ जाने के बाद पता नहीं और क्या क्या परेशानियाँ हम शहर वालों पर पड़ी होगी. अब हंसे या रोए कोई फ़ायदा नहीं. हम सब काले पानी में हैं. अपने वतन दिल्ली से सैकड़ों कोस दूर, घर से जुदा और ऐसे जुदा कि अब जीते जी किसी से मिलने की आस नहीं है. मुझे याद आया जब तुम्हारी शादी हुई थी और गालिब और जौक ने तुम्हारी बारात की अगवानी के सोहरे लिए थे. अब यहाँ न लाल किला है और न पहरेदार, बस लकड़ी का एक पुराना सा मकान है जो बरसात में टपकता है और जिसमें 2-4 कमरों के सिवाय ज़्यादा गुंजाइश नहीं है. आगे देखिए. सच कहती हो दिल्ली वाले मुझको रोते होंगे. സത്യം പറയാമല്ലോ, ദില്ലിയിലെ ജനങ്ങൾ എന്നെക്കുറിച്ചോർത്ത് കരയുന്നുണ്ടാവും. വേ ക്യാ യഹ് നഹി ജാൻതേ കി മേ ഭി ഉൻകോ രോത്താ ഹും. അവർക്കറിയില്ലല്ലോ ഞാനും അവരെക്കുറിച്ചോർത്ത് കരയുന്നുണ്ട്. മേ തോ സിന്ദാ ബൈഠാ ഹും. ഞാനിവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ട്. വേ തോ ബിനാ ആയി മൗത്ത് മർ ഗയേ. എന്നാൽ അവർ യുദ്ധത്തിൽ ധാരാളം ആളുകൾ മരിച്ചിട്ടുണ്ട്. കിത്തനോ കെ ബാപ്പ്, കിത്തനോ കെ ബേട്ടെ, കിത്തനോ കെ ഭായി ഫാസിയോ പർ ചढ़ गए. എത്രയോ കുട്ടികളുടെ പിതാക്കന്മാരെ, എത്രയോ മക്കൾ, എത്രയോ സഹോദരന്മാരെ തൂക്കുമരത്തിൽ ഏറ്റപ്പെട്ടിട്ടുണ്ട്. കിത്തനെ ബച്ചെ യതീം ഹോ ഗയേ, കിത്തനി ഔരത്തെ ബേവാ ഹോ ഗയേ. എത്രയോ കുട്ടികൾ അനാഥരായിട്ടുണ്ട്. യതീം, അനാഥ്. എത്രയോ സ്ത്രീകൾ ബേവാ ഹോ ഗയേ, ബേവാ വിധവകളായിട്ടുണ്ട്. ഘർ ലുട്ട് ഗയേ നഹി ബൽക്കി ഖോദ് ഡാലേ ഗയേ और उन पर हल चलवा दिए गए. വീട് കൊള്ളയടിക്കപ്പെടുക മാത്രമല്ല, കുഴിച്ച് എടുക്കുകയും അവിടെ ഉഴുതുമറിക്കുകയും ചെയ്തിട്ടുണ്ട്. दिल्ली में जब मेरा मुकदमा चल रहा था, उसी ज़माने में तबाही और बर्बादी के किस्से सुने थे. ദില്ലിയിൽ എൻ്റെ കേസ് നടന്നിരുന്ന സമയത്ത് അവിടെ നാശത്തിൻ്റെയും, തബാഹി നാശാണ്, ബർബാദി നഷ്ടം, നഷ്ടങ്ങളുടെയും നാശങ്ങളുടെയും കഥയാണ് കേൾക്കാനുണ്ടായിരുന്നത്. मेरे यहाँ आ जाने के बाद पता नहीं और क्या क्या परेशानियाँ शहर वालों पर पड़ी होगी. ഞാനിവിടെ വന്നതിന് ശേഷം ആർക്കറിയാം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ദേശവാസികൾ അനുഭവിച്ചിട്ടുണ്ടാകും. അബ് ഹസെ യാരോയെ കൊയ് ഫായദ നഹി. ഇനി ചിരിച്ചതുകൊണ്ടോ കരഞ്ഞതുകൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. ഹം സബ് കാലേ പാനി മേ ഹേ. നമ്മളെല്ലാവരും ഇന്ന് നാടുകടത്തലിൻ്റെ ഭീഷണിയിലാണ്. കാലേപ്പാനി, ദേശഭ്രഷ്ടരാക്കുക, നാടുകടത്തപ്പെടുക. अपने वतन दिल्ली से सैकड़ों कोस दूर, घर से जुदा और ऐसे जुदा कि अब जीते जी किसी से मिलने की आस नहीं है. अपने वतन, वतन देश, दिल्ली से सैकड़ों കോസ് ദൂർ. അല്ലേ, നമ്മുടെ ദേശം അതായത് ദില്ലിയിൽ നിന്ന് ഇന്ന് 100 കണക്കിന് മൈലുകൾക്കപ്പുറത്താണ്. വീട്ടിൽ നിന്ന് വേർപിരിഞ്ഞ് അവർ ഐസെ ജുദാക്കി, അത്രയും വേർപെട്ട് നിൽക്കുകയാണ്. ജീത്തെ ജി, ഇനി ജീവനോടെ ഇരിക്കെ ആരെയും കാണാമെന്നുള്ള ഒരു പ്രതീക്ഷ പോലും ഇല്ല. മുझे याद आया जब तुम्हारी शादी हुई थी और गालिब और जौक ने तुम्हारी बारात की अगवानी के सोहरे लिखे थे. ഞാൻ ഓർമ്മിക്കുകയാണ്, നിൻ്റെ വിവാഹ സമയത്ത് വരൻ്റെ വീട്ടുകാരെ എതിരേൽക്കാനായിട്ട് കൊട്ടാര കവികളായ ജൗക്കും ഗാലിബും ഏതൊരു സ്വാഗത ഗാനമാണ് എഴുതിയിരുന്നത്. അതിനെക്കുറിച്ച് ഞാനിന്ന് ഓർക്കുകയാണ്. അബ് യഹാം ന ലാൽ കില ഹേ ഔർ ന പഹരേദാർ. ഇന്നിവിടെ ലാൽ കിലയില്ല, കാവൽക്കാരുമില്ല. ബസ് ലക്കടി കാ എക് പുരാന സാ മക്കാൻ ഹേ. തടി കൊണ്ടുണ്ടാക്കിയ ഒരു പഴയ കെട്ടിടം മാത്രമേ ഉള്ളൂ. जो बरसात में टपकता है और जिसमें 2-4 कमरों के सिवाय ज़्यादा गुंजाइश नहीं है. അത് മഴയത്ത് ചോർന്നൊലിക്കുന്ന ഒരു ചെറിയ
കെട്ടിടമാണ്. അതിൽ 2-4 റൂമുകൾ അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. आगे देखो, एक दफ़ा की बात, ईद थी। उस मौके पर चंद मुसलमान मेरे लिए कुछ तोहफे लेकर आए। मैंने उनसे कहा, भाई ये तोहफे मैं नहीं ले सकता। उन्होंने जब बहुत कहा तो कुछ तोहफे ले लिए। उसके एवज में मैंने मलिका का एक हार उनको दे दिया। दूसरे दिन हुक्म आया कि इन मुगलों के पास जवाहरात बहुत ज़्यादा है, इन कैदियों को दिया जाने वाला खर्च इनकी ज़रूरत से ज़्यादा है। फिर वही हुआ जिसका डर था, हमारा खर्च आधा कर दिया गया. एक दफ़ा की बात है. ദഫ ബാർ, ഏക് ബാർ की बात है. ഒരു പ്രാവശ്യം നടന്ന സംഭവമാണ് ഇവിടെ പറയുന്നത്. ഉസ് മൗക്കെ പർ, മൗക്ക അവസർ. കുച്ച് ചന്ദ് മുസൽമാൻ, ചന്ദ് മുസൽമാൻ, കുച്ച് മുസൽമാൻ मेरे लिए कुछ तोहफे लेकर आए. तोहഫ ഉപഹാർ. ഒരു പ്രാവശ്യത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അന്ന് ഈദ് ദിവസമായിരുന്നു. കുറച്ച് മുസ്ലിങ്ങൾ ആ അവസരത്തിൽ കുറച്ച് സമ്മാനങ്ങളുമായിട്ട് എന്നെ കാണാനായി വന്നു. मैंने उनसे कहा, भाई ये तोहफे मैं नहीं ले सकता. ഞാൻ അവരോട് പറഞ്ഞു, സഹോദര, ഈ ഉപഹാരങ്ങളെ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. उन्होंने जब बहुत कहा तो कुछ तोहफे ले लिए. അവർ കുറേ പ്രാവശ്യം നിർബന്ധിച്ചപ്പോഴേ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഉപഹാരങ്ങൾ എടുത്തു. उसके एवज में मैंने मलिका का एक हार उनको दे दिया. അതിന് എവസ് ബദലേമേ, അതിന് പകരമായിട്ട് ഞാൻ രത്നത്തിൻ്റെ ഒരു മാല, മലികാക്ക ഏക് ഹാർ, രത്നത്തിൻ്റെ ഒരു മാല, ഒരു രത്നമാല അവർക്ക് കൊടുത്തു. दूसरे दिन हुक्म आया कि इन मुगलों के पास जवाहरात बहुत ज़्यादा है, इन कैदियों को दिया जाने वाला खर्च इनकी ज़रूरत से ज़्यादा है. അടുത്ത ദിവസം ബ്രിട്ടീഷുകാരുടെ ഓർഡർ വന്നു. ഈ മുഗൾ രാജാക്കന്മാരുടെ കയ്യിലെ രത്നസമൂഹങ്ങൾ വളരെ കൂടുതലുണ്ട്, അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ചിലവ് വളരെ കുറക്കണം. ഫിർ വഹി ഹുവ ജിസ്ക ഡർ ഥാ, പിന്നെ അതുതന്നെ സംഭവിച്ചു. എന്താണ് ഭയപ്പെട്ടിരുന്നത്? ഹമാരാ ഖർച്ച് ആധാ കർ ദിയാ ഗയാ, ഞങ്ങളുടെ ചിലവ് പകുതിയാക്കി. आगे सुनिए, क्या खबर कि ये खत तुमको मिलेगा भी या नहीं. सुनता हूँ वे आदमी भरोसे के काबिल है जिनके हाथ यह खत भेजा जाएगा, लेकिन कितने ही शख्स मैंने ऐसे देखे हैं जो आखिर में दंगाबाज और दूसरों के भेजे जासूस साबित हुए. लेकिन इस खत में मैंने ऐसा लिखा ही क्या है जिसकी मुझे फ़िक्र हो. एक बाप ने एक बेटी को खत लिखवाया है. न इसमें अपने मुल्क की कोई बात है, न गौर मुल्क की. हमारी कब्र परदेश में बनेगी तय है, लेकिन अभी तो हम लकड़ी की भीगी हुई कब्र में ज़िंदा ही दफन है. जब मर जाएंगे तब भी कब्र में ही होंगे. बस बेटी, खुदा हाफिज़. क्या खबर कि ये खत तुमको मिलेगा भी या नहीं. ചക്രവർത്തി പിന്നീട് പറയുകയാണ്, എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഈ കത്ത് നിനക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച്. സുൻതാ ഹും വേ ആദ്മി ഭരോസെ കെ കാബിൽ ഹെ ജിൻകെ ഹാത്ത് യഹ് ഖത്ത് ഭേജാ ജായേഗാ. അല്ല, ജിൻകെ ഹാത്ത് മേ യഹ് ഖത്ത് ഭേജാ ജായേഗാ, ആരുടെ കയ്യിലാണ് ഈ കത്ത് കൊടുത്തയക്കുന്നത്? യേ വ്യക്തി ഭരോസെ കെ കാബിൽ ഹെ, ഈ വ്യക്തി വിശ്വസിക്കാൻ യോഗ്യനാണോ എന്നുള്ളതിനെന്താണ്? കൊയ് ഭരോസ നഹി, അതിന് യാതൊരു വിശ്വാസവും ഇല്ല. लेकिन कितने ही शख्स मैंने ऐसे देखे हैं, आखिर दंगाबाज और दूसरों के भेजे जासूस साबित हुए. കാരണം അങ്ങനെയുള്ള എത്രയോ ശഖ്സ്, വ്യക്തി, അങ്ങനെയുള്ള എത്രയോ വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരവസാനം എന്താണ്? ദംഗാബാസ് സാബിത് ഹുയെ, ചതിയന്മാരാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. लेकिन इस खत में मैंने ऐसा लिखा ही क्या है जिसकी मुझे फ़िक्र हो. ഈ കത്തിൽ ഞാൻ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല, ആരെക്കുറിച്ചും തന്നെ പരാമർശിച്ചിട്ടില്ല. ഏക് ബാപ്നെ ഏക് ബേട്ടിക്കോ ഖത്ത് ലിഖ്വായാ ഹേ, ഇത് ഒരു അച്ഛൻ മകൾക്ക് എഴുതിയിരിക്കുന്ന കത്താണ്. ഹമാരി ഖബ്ർ പരദേശ് മേ ബനേഗി തൈ ഹേ, എൻ്റെ ശവകുടീരം, ഖബറടക്കം തീർച്ചയായും
പരദേശത്ത് തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അത് നിശ്ചയിക്കപ്പെട്ടതാണ്. തൈ ഹെ, തൈ ഷ്വർ. ലേക്കിൻ അഭി തോ ഹം ലക്കടി കി ഭീഗി ഹുയി ഖബ്ർ മേ സിന്ദാ ഹി ദഫൻ ഹേ. എന്നാൽ ഇപ്പോൾ തന്നെ ഞാൻ എന്താണ്, ഈ നനഞ്ഞ തടി കൊണ്ടുണ്ടാക്കിയ കെട്ടിടത്തിലെ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുകയാണ്. ജബ് മർ ജായെങ്കെ തബ് ബി ഖബ്ർ മേ ഹി ഹോങ്കെ. എപ്പോഴാണ് മരിക്കുക, അപ്പോഴും ഞാൻ ഈ ശവകുടീരത്തിൽ തന്നെയായിരിക്കും. ബസ് ബേട്ടി ഖുദാ ഹാഫിസ്. ഇത്തനാ ഹി ബസ്. ഖുദാ ഹാഫിസ്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമ്രാട്ട് തൻ്റെ കത്ത് അവസാനിപ്പിക്കുകയാണ്. इस खत के द्वारा सम्राट के मन में अपनी बेटी तथा देश के प्रति कितना प्यार है ये प्यार मालूम होता है. ഈ കത്തിലൂടെ നമുക്ക് ചക്രവർത്തിയുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹമാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ധാരാളം ശബ്ദങ്ങൾ ഉണ്ട്. അന്യഭാഷകളിൽ നിന്ന് വന്നിരിക്കുന്ന ധാരാളം ശബ്ദങ്ങൾ പാഠഭാഗത്തുണ്ട്. ഈ ശബ്ദങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. അനാഥ്, സാന്ത്വന, ദേശ്, നാശ്, സംഭാവന, വിധവ, ബാർ, ഇനാം, യോഗ്യ, വ്യക്തി, ചിന്ത. ഈ അർത്ഥം വരുന്ന വാക്കുകൾ, ഇതിൻ്റെ അതേ അർത്ഥം വരുന്ന വാക്കുകൾ നമ്മുടെ പാഠഭാഗത്തുണ്ട്. അത് കണ്ടുപിടിച്ച് എഴുതുക. എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ധന്യവാദം.